വയനാട് CPM-ൽ പൊട്ടിത്തെറി എന്ന വാർത്ത വരുന്നുണ്ട്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തതിലാണ് പ്രതിഷേധം. നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും 3 അംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്നും സുജിത് അയ്യപ്പത്ത് പറയുന്നു. താൻ വിഭാഗീയതയുടെ ഇര എന്ന് AV ജയൻ തുറന്നടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജില്ലാ സമ്മേളനത്തിലുണ്ടായ കടുത്ത വിഭാഗീയതയാണ് അതിൻ്റെ ബലിയാടാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി അപ്പീലിന് സംസ്ഥാന കമ്മിറ്റി സാധ്യത ഞാനതൊക്കെ ഉപയോഗപ്പെടുത്തും. ഈ പാർട്ടി ഏറ്റവും ശരിയായ പാർട്ടിയാണ്, ഏറ്റവും ലെനിനിസ്റ്റ് സംഘടനാ രീതി പിന്തുടരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു വർക്ക് ചെയ്യുന്ന കേഡറെ എളുപ്പത്തിൽ അങ്ങ് കളയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നില്ല. ഇത് ഓപ്പണായിട്ട് പ്രതികരിക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 35 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഒരു സാമ്പത്തിക കുറ്റവാളിയായി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേസമയം തന്നെ സാമ്പത്തിക ക്രമക്കേടിലാണ് ജയനെതിരെ നടപടി എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്ന്. സുർജിത്ത്, ജയൻ വലിയ എന്താണ് അവിടെ പ്രവർത്തകർക്കിടയിലൊക്കെയുള്ള പിന്തുണയുള്ള നേതാവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേതൃത്വം പറയുന്നതിന്റെ വസ്തുത എന്താണ്? ജയൻ പറയുന്നതിന്റെ വസ്തുത എങ്ങനെയാണ്? സുർജിത്ത്. 100% പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. പ്രത്യേകിച്ച് ഈ പൂതാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. SFIയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. 3.5 പതിറ്റാണ്ടായി CPM രംഗത്ത് സജീവമായി ഇടപെടുന്ന, പ്രത്യേകിച്ച് ഇവിടെ വന്യമൃഗശല്യമൊക്കെ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ അത്തരം സമരങ്ങളിലൊക്കെ സജീവമായ സാന്നിധ്യമാണ്. നിലവിൽ കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് AV ജയൻ. CPM-ൻ്റെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ DYFIയുടെ മുൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അത്തരത്തിൽ നിരവധി പ്രവർത്തന പരിചയമുള്ള നേതാവാണ് AV ജയൻ. AV ജയനെ ഒപ്പം നിൽക്കുന്നവരും അത്തരത്തിലുള്ള നേതാക്കൾ തന്നെയാണ്. മുൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു പോൾ, കേണിച്ചിറയിൽ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ AKSൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസാദ് അടക്കമുള്ള, നിലവിൽ പൂതാടി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെട്ട, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രസാദ് അടക്കമുള്ള നേതാക്കൾ ആണ് ഈ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനാധാരമായിട്ടുള്ള സംഭവം 2019 ഒരു സംഭവമാണ്. 2019 ഈ കേണിച്ചിറയിൽ ആനന്ദ് സാബു എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ചികിത്സാ സഹായത്തിനായി CPM-നെ സമീപിച്ചു വീട്ടുകാർ. ഇതനുസരിച്ച് പാർട്ടി അവിടെ ഈ വർഗീസ് വൈദ്യർ സ്മാരക പാലിയേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് കൈമാറി. ചെക്ക് ബുക്കാണ് കൈമാറിയത്. ഇതിനുശേഷം ഈ യുവാവ് 2020 മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം ആ വീട്ടുകാർ ഇനി പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് ബുക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള നിർദ്ദേശവും അവർ നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുള്ള ഫണ്ട് മറ്റ് ആളുകൾക്ക് ബ്രാഞ്ചിൽ നിന്നൊക്കെ റിക്വസ്റ്റ് വരുമ്പോൾ അതൊക്കെ പണം നൽകാറുണ്ട്. അതോടൊപ്പം ഇതിനകത്ത് പാർട്ടിയുടെ RSSൻ്റെ ഒരു ശക്തി കേന്ദ്രമുണ്ട്. ആ ശക്തി കേന്ദ്രത്തിൽ പാർട്ടിയുടെ ഓഫീസ് പണിയാൻ, ബ്രാഞ്ച് ഓഫീസ് പണിയാൻ വായ്പയായി ഈ പാലിയേറ്റീവ് ഫണ്ടിൽ നിന്ന് 75,000 രൂപ നൽകി. ഇതിൽ ക്രമവിരുദ്ധതയുണ്ട്. ആ പണം തിരിച്ചടച്ചിട്ട് പോലും അതിൽ ക്രമവിരുദ്ധതയുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് AV ജയനെ തരം താഴ്ത്തുന്നത്. കേണിച്ചിറ ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. എന്തായാലും ഇത് കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, കാരണം ഈ 2019 കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ് 2 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് ഇക്കഴിഞ്ഞ പുൽപ്പള്ളി ഏരിയ സമ്മേളനത്തിന് മുമ്പാകെയാണ് ഈ ഒരു വിഷയം അത് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരികയും ഒരു പരാതി നിർമ്മിക്കുകയും ചെയ്തതെന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്.